ഓയിൽ പേസ്റ്റൽസ് ഉപയോഗിച്ച് വളരെ കളർഫുൾ ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു ലാൻഡ്സ്കേപ്പ് ഞാൻ പഠിപ്പിച്ചു തരാം. ഇതിൽ എഴുതിയിരിക്കുന്നത് മീഡിയം യെല്ലോ എന്നാണ്. ഇതിന്റെ ഒരു മുക്കാ ഭാഗം എടുക്കാം. മുക്കാ ഭാഗം എടുത്തിട്ട് താഴെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ഗ്രൗണ്ട് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ട്രീ വരയ്ക്കാനായിട്ട് ആദ്യം ട്രീയുടെ തടിഭാഗമല്ല, ആദ്യം നമ്മൾ ലീഫ് വരുന്ന പോർഷനാണ് ചെയ്യുന്നത്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിനായിട്ട് നമ്മൾ മെയിൻലി യെല്ലോ കളറിന് എടുക്കുന്നത്. പക്ഷെ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഡോട്ട് പോലെ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഒരു ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ടോട്ടലി നോക്കുന്ന സമയത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പായിട്ട് തോന്നിയാൽ മതി. കുറച്ചിങ്ങനെ സ്പ്രെഡ് ആയിട്ട് എടുക്കുന്നുണ്ടാവും. പക്ഷേ ടോട്ടൽ ഒരു ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചൊന്ന് യെല്ലോയിഷ് കളർ കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് പാരലൽ ഹാച്ചിങ് ആണ്. ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ കളർ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഓറഞ്ച് കളറാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ലൈറ്റ് ഓറഞ്ച് കളർ ഉണ്ട്. ഇത് ഡീപ്പ് യെല്ലോ എന്നാണ് ഈ കളറിൻ്റെ പേര്. അത് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് ഈ യെല്ലോനോട് ചേർന്ന് കുറച്ച് ഭാഗത്തേക്ക് ചെറിയ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ചെറിയ ഡോട്ടും ചെറിയ സ്ട്രോക്കും ചെറിയ സർക്കിളും അങ്ങനത്തെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആ യെല്ലോനോട് ചേർത്തിട്ടാണ് അത് ചെയ്യേണ്ടത്. ഇനി എൻ്റെ കയ്യിൽ വേറൊരു കളറും കൂടി ഉണ്ട്. ഇത് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ചാണ്. ഇപ്പോൾ ഇതിനെ എഴുതിയിരിക്കുന്നത് ഓറഞ്ച് തന്നെയാണ്. ഞാനിവിടെ ചെയ്യുന്നത് കണ്ടോ, ഞാനിങ്ങനെ സർക്കിൾ പോലെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് റെഡ് കളറാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ നമ്മളൊരു തീര അപ്ലൈ ചെയ്തിട്ടുണ്ട്. തീര എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് നിന്നാണ് വെളിച്ചം വീഴുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ലൈറ്റ് ആയിട്ടിരിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ഡാർക്ക് കളർ വരുന്നുണ്ട്. അപ്പോൾ റെഡ് ഡാർക്ക് കളറായിട്ടും യെല്ലോ ലൈറ്റ് കളറായിട്ടും ഓറഞ്ച് മിഡിൽ ടോണായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ട്രീയുടെ ഭാഗമായിട്ട് ട്രീയുടെ ഭാഗം പോലെ തോന്നാനായിട്ട് ട്രീയുടെ ലീഫിന്റെ ഭാഗം പോലെ തോന്നാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്തേക്ക് കുറച്ച് ലീഫൊക്കെ ഇങ്ങനെ വിടർത്തിയിടുക. യെല്ലോന്റെ കുറച്ച് ഭാഗത്തേക്ക് ഇതുപോലെ വീണ്ടും ലീഫൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെ ചെയ്തിടാം. ട്രീയുടെ തടിഭാഗം വരയ്ക്കാം. ഈ ബ്രൗൺ വെച്ചിട്ട് തന്നെ വരയ്ക്കാം. ഈ ഒരു ബ്രൗണിനെക്കാളും ബെറ്റർ അവിടെ വിസിബിൾ ആവണമെങ്കിൽ ബ്ലാക്ക് ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ഈ ഒരു ബ്രാഞ്ചിന് തന്നെ ഷാഡോ കൊടുക്കുന്നുണ്ട്. ട്രീയുടെ ലീഫിന് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കണമെങ്കിൽ ഈ ബ്ലാക്ക് വെച്ചിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. ഇവിടെ ഓൾറെഡി ഇതുപോലെ തന്നെ യെല്ലോ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒരു ഗ്രീൻ കളറാണ്, ലൈറ്റ് ഗ്രീൻ കളറാണ്. നമ്മൾ മൂന്ന് കളർ ഇപ്പോൾ ഒരു കൊടിയുടെ ഒരു പതാകയുടെ നിറം പോലെ 1 2 3 3 കളർ വെച്ചിട്ടുണ്ട്. ഒരു പുൽമൈതാനം പോലെ ആക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ചെറിയ പുല്ലുകൾ പോലെ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. ട്രീയുടെ ഭാഗം കുറച്ചും കൂടി താഴത്തേക്ക് ഇറക്കണം. അതിന്റെ ചുറ്റും കുറച്ച് പുല്ലിന്റെ എണ്ണം കൂട്ടി കൊടുക്കുക. പിന്നെ ഈ പറയുന്ന പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കളേഴ്സ് വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ നോക്കിയാൽ മതി. ലൈറ്റ് യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ. ഈ ട്രീയുടെ ഷാഡോ വീഴും. അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഒരു കാര്യം മിസ്സിംഗ് ഉള്ളത് ബാക്ക്ഗ്രൗണ്ട് ആണ്. ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബ്ലൂ കളർ വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്യാം. അപ്പോൾ വൈറ്റ് വെച്ചിട്ട് ആ ഒരു എഡ്ജസിൽ നമ്മൾ ഇങ്ങനെ കളർ കൊടുത്ത് അത് ബ്ലെൻഡ് ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കണ്ടോ, നമുക്ക് വളരെ നീറ്റ് ആയിട്ട് ഓയിൽ പേസ്റ്റിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.